റൊമാൻസ് കളിച്ചാൽ ശരിയാവില്ല. വാ റൂമിലോട്ട് പോവാം, ഇല്ലെങ്കിൽ ആരെങ്കിലും കാണും. റൂമിൽ ചിലപ്പോ ബൈജുവേട്ടനും സുജിതേച്ചിയും ഒളിക്യാമറ വെച്ചിട്ടുണ്ടാവും. അത് ശരിയാ, അവരുടെ അച്ഛനും അമ്മയെല്ലാം കൊണ്ടുപോയി കാണിക്കും. ഇവരെ കൊണ്ട് മടുത്തു. നമുക്ക് മര്യാദയ്ക്കൊന്ന് പ്രേമിക്കാനും പറ്റുന്നില്ലല്ലോ. ചേട്ടൻ പോയോ? ഉണ്ട്. അപ്പൊ നമ്മുടെ നമ്പർ ഏറ്റു. ഏക്കാതെ പിന്നെ സുധി എന്തൊക്കെയാ പറയുന്നത്? വാ നമുക്ക് റൂമിലോട്ട് പോവാം. ഒളിക്യാമറ വെച്ച് കാണുന്നവര് കാണട്ടെ എന്ന്. വേണ്ട സുധി, അതൊക്കെ നാണക്കേടാവും സുധി. അതൊന്നും വേണ്ട. അതൊന്നും സാരമില്ലെന്ന്. ഈ സുധിയുടെ കാര്യം അപ്പൊ ഇവര് തമ്മില് ശരിക്കും പ്രേമമുണ്ടോ? ഒളിക്യാമറ വെക്കേണ്ടത് ഇപ്പോഴായിരുന്നു. വേണ്ട സുധി, വീട് അങ്ങനങ്ങ് പോയാലോ? വേണ്ട, ഇങ്ങോട്ട് വാ. എന്താ പറ്റൂട്ടാ? അല്ല, ഞാൻ ഫോൺ നോക്കായിരുന്നു. അതെ, ഒളിക്യാമറ എങ്ങനെ വെച്ചിട്ടുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ വേണ്ട, വെറുതെ നാണം കിടണ്ട. പപ്പന്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ, പിന്നെന്തിനാ വിഷമിക്കുന്നത്? കണ്ടവരോടെല്ലാം വഴക്കിനു പോവും. ആരോടും ക്ഷമിക്കാൻ പപ്പൻ അറിയില്ല. ഒടുക്കാം അവന്റെ അവസാനം ഇങ്ങനെ കണ്ടവരുടെ കുത്തുകൊണ്ട് വഴി കിടന്ന് ചാവാനായിരിക്കും. പപ്പന് കുഴപ്പമൊന്നും ഇല്ലെന്നല്ലേ കുരുവി പറഞ്ഞത്? അസുഖമല്ല മാറി പപ്പൻ തിരിച്ചു വരട്ടെ. അവനെ കുത്തിയവനെതിരെ പോലീസിൽ കേസ് കൊടുക്കാൻ പറയണം. ആരായിരിക്കും അവനോടത് ചെയ്തത്? എത്ര ചോദിച്ചിട്ടും അത് മാത്രം അവൻ പറയുന്നില്ലെന്നാ സത്യ പറഞ്ഞത്. അച്ഛമ്മേ, ഇതെന്താ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാത്തത്? ദിവ്യ ഉണ്ടെങ്കിലേ ഇങ്ങോട്ട് വരൂന്നാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഇതെന്താ അച്ഛമ്മയ്ക്ക് പറ്റിയത്? ഒരു മൂഡൌട്ട്. അത് അമ്മയ്ക്ക് എപ്പോഴും ഓരോന്നോർത്ത് സങ്കടം തന്നെയല്ലേ. എന്താ അച്ഛമ്മേ, എന്താ പറ്റിയത്? ഞങ്ങളൊരു വലിയ സങ്കടത്തിൽപ്പെട്ടിരിക്കുക മോളെ. എന്താ, ദിവ്യയുടെ വല്ല വിവരവും കിട്ടിയോ? ഒന്നും അറിയില്ല മോളെ. സത്യയുടെ കൊച്ചച്ഛന് ഒരു അപകടം പറ്റി. അതിനെക്കുറിച്ച് അമ്മ പറഞ്ഞത്. അപകടവും? എന്തു പറ്റി? അവന്റെ കുരുത്തക്കേടിന്റെ ഫലമാ.
അല്ലാതെന്താ പറയേണ്ടത്? എന്താ വിമലാമ്മേ പപ്പൻ ചേട്ടന് പറ്റിയത്? ആരോ വഴിയിൽ വെച്ച് കത്തി കൊണ്ട് കുത്തി. അയ്യോ, പേടിക്കാൻ മാത്രമൊന്നുമില്ല. ഇപ്പൊ നല്ല ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിലാണോ ഉള്ളത്? അതെ. എന്നിട്ട് നിങ്ങളാരും ഹോസ്പിറ്റലിൽ പോയില്ലേ? ഞങ്ങളോട് അവിടേക്ക് ചെല്ലരുതെന്നാ പപ്പന്റെ താക്കീത്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങൾ ആശുപത്രിയിലേക്ക് ചെന്നാ അവൻ അവിടുന്ന് എഴുന്നേറ്റ് പോവെന്ന് പറഞ്ഞു. ആരാ പപ്പൻ ചേട്ടനെ കുത്തിയത്? അറിയില്ല മോളെ. അവനാണെങ്കി ഒന്നും ചോദിച്ചിട്ട് പറയുന്നുമില്ല. മോൾ ഇവിടേക്കായിട്ട് വന്നതാണോ? അതെ അമ്മേ, ദിവ്യയുടെ വിവരം വല്ലതും കിട്ടിയോന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഇല്ല, അന്ന് വന്നതിൽ പിന്നെ രാഹുൽ ഈ വഴിക്കൊന്നും വന്നിട്ടില്ല. അവന്റെ കൂടെ ദിവ്യ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു സംശയം സത്യക്കുണ്ട്. രാഹുലിന്റെ എല്ലാ കള്ളത്തരങ്ങളും നേരിട്ട് കണ്ടവളാ ദിവ്യ. ആ സ്ഥിതിക്ക് അവൾ അവന്റെ കൂടെ ഒരിക്കലും പോകില്ല. അവന്റെ കൂടെ ഉണ്ടെന്ന് രാഹുൽ തന്നെ സമ്മതിച്ചതാണല്ലോ. അതാ എനിക്ക് മനസ്സിലാകാത്തത്. ദിവ്യ നമ്മളെ വിഡ്ഢിയാക്കുന്നോ അതോ രാഹുലോ? അതല്ല അവര് രണ്ടുപേരും ചേർന്ന് നമ്മളെ വിഡ്ഢികളാക്കുകയാണോ? ഒന്നും മനസ്സിലാകുന്നില്ല. എന്തായാലും രാഹുലിന്റെ കൂടെ ദിവ്യയുണ്ട്. അതവൻ സമ്മതിച്ചതാ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഒരാശ്വാസത്തിനെങ്കിലും എനിക്കങ്ങനെ വിശ്വസിച്ചേ പറ്റൂ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും സങ്കടത്തിലാ മോളെ. വിമലയെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. ജീവിച്ചിരിക്കുന്ന മകൻ ചട്ടമ്പയാണെങ്കിലും കുത്തുകൊണ്ട് ആശുപത്രിയിൽ കിടക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛമ്മ ഇങ്ങനെ വിഷമിക്കാതെ. എനിക്കൊരു ഗ്ലാസ് കട്ടൻ ചായ എടുത്തോണ്ട് വന്നേ വാ. ഓഫീസിലേക്ക് ഞാൻ വരണ്ടേ? വേണമെന്നില്ല. വന്നില്ലെങ്കിൽ ഇവിടെയുള്ളവർ എന്ത് വിചാരിക്കും? അവരെ ഒന്നും വിചാരിക്കില്ല. ഇപ്പൊ തന്നെ നിന്റെ ആക്ടിങ് കുറച്ച് ഓവറാ. ഓവറോ? സ്നേഹം ഒരിക്കലും ഓവറാവില്ല സുധി. അത് സ്നേഹിക്കുന്നവര് തമ്മില്. നമ്മൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ശരി, നമ്മൾ തമ്മിൽ സ്നേഹമൊന്നുമില്ല. പക്ഷേ ഇല്ലാത്തതുണ്ടെന്ന് തോന്നിപ്പിക്കലല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോഴേ കുറച്ച് ഓവറായാലും കുഴപ്പമൊന്നുമില്ല. പിടിക്കപ്പെടാതിരുന്നാ നല്ലത്. സുധിക്ക് വേണ്ടിയാ ഞാനിതെല്ലാം ചെയ്യുന്നത്. നീ ഒന്ന് പുറത്തേക്ക് നിന്ന്, ഞാനൊന്ന് ഡ്രസ്സ് മാറട്ടെ. ഞാനിവിടെ ഉള്ളപ്പോഴും ഡ്രസ്സ് മാറിയിട്ടുണ്ടല്ലോ. ഇപ്പൊ അങ്ങനെയല്ല, നീ ഒന്ന് പൊയ്ക്ക്. അതെ, അകത്തെവിടെയെങ്കിലും ക്യാമറ ഉണ്ടോ നോക്കിയിട്ട് ഡ്രസ്സ് മാറണോട്ടോ. രഹസ്യം ചോർത്താൻ വേണ്ടി വന്നിരിക്കുക. ഇവൾക്കിട്ടൊരു പണി കൊടുത്തില്ലെങ്കിൽ ഞാൻ അച്ഛന്റെ മോളല്ലാതായി പോകും. ഭർത്താവ് ഡ്രസ്സ് മാറാൻ പോകുമ്പോ ഭാര്യയെ പുറത്താക്കുന്നു.
ഇവരുടെ കള്ളക്കളി പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ ചന്ദ്രദാസിന്റെ മകളല്ല. ഇവളിതെന്തായി കാണിക്കുന്നത്? ഇവക്കെന്താ ഭ്രാന്താണോ? അയ്യോ അയ്യോ ഈശ്വര, തലയും കുത്തി താഴെ വീണോ? എന്തുവാണ് ഈ ചെയ്യുന്നേ? വാഷ് ബേസിൽ ഛർദിക്കുന്നോ? ബാത്റൂമിൽ എങ്ങാനും പോ. കണ്ടതെല്ലാം വലിച്ചു വാരി കഴിച്ചിട്ട് വയറിന് പറ്റിയിട്ടുണ്ടാവില്ല. ഇത് അതുകൊണ്ടൊന്നുമല്ല. പിന്നെ എനിക്ക് വിശേഷം ഉണ്ടെന്നാ തോന്നുന്നത്. വിശേഷമോ? എന്താ? ഒന്നുമില്ല അമ്മേ, നിങ്ങളുടെ മരുമോക്ക് വിശേഷമുണ്ടെന്ന്. വിശേഷോ? അതെ, ഇവള് പ്രഗ്നന്റ് ആണെന്ന്. ആണോ മോളെ? അത് ഇങ്ങ് വന്നേ, വാ, അമ്മ നോക്കട്ടെ. മോളെ, മോളെ ഇവിടെ നിന്ന് ഇരിക്കേ. എന്റെ അമ്മ, ഇത് ഗർഭമൊന്നുമല്ല. വയറിന് പറ്റാത്തതിന്റെ ദഹനക്കേടാവും. നീ ഒന്നും മിണ്ടാതിരുന്നേ. നിനക്കാണോ അറിയാവുന്നത്? ദേ, മോളിവിടെ ഇരിക്കേ. വേണ്ടമ്മേ. അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ, എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഈ സമയത്തെ പോഷകാഹാരം നന്നായിട്ട് കഴിക്കണം. അല്ലെങ്കിൽ ഛർദിയും ക്ഷീണവും ഒക്കെ ഉണ്ടാവും. അമ്മയുടെ പൊന്നുമോളല്ലേ, ഇരിക്കേ ഇരിക്കേ. അമ്മ, എടി, നീ തപസ് വല്ലതും ചെയ്യാൻ പോയിരുന്നോ? തപസോ? അല്ല, വല്ല വരവും ലഭിച്ചിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. എന്ത് വരം? നിന്റെ ഈ ഗർഭത്തിന്റെ ഉത്തരവാദി സുധിയല്ലാന്ന് ഏതായാലും എനിക്ക് ഉറപ്പാ. ആ സ്ഥിതിക്ക് വല്ല ദൈവങ്ങളോ മറ്റോ ആണോന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. ഓ, ഇനി അതല്ല, കോളനിയിലും കാണുമല്ലോ ചില ദൈവങ്ങള്. സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിക്കേണ്ടത് ഞാനല്ല.
നിന്റെ ഭർത്താവെന്ന ലേബലൊട്ടിച്ച് നടക്കുന്ന ഒരാളില്ലേ സുധി, അവനാ. ഹ്, ആര് ഞെട്ടിയിട്ടില്ലെങ്കിലും നിന്റെ വിശേഷം അറിയുമ്പോ അവൻ ഞെട്ടിക്കോളും. ഞെട്ടിയിരിക്കും. ദേ, എടി, മോളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ആ മോള് വാ. അമ്മ ആപ്പിൾ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. വാ വാ. ആ അച്ഛാ, ഞാൻ റെഡിയായി. എവിടേക്ക്? ഓഫീസിലേക്ക്. അല്ലാതെ എവിടേക്കാ? ഇന്ന് മീറ്റിംഗ് ഉള്ളതല്ലേ? ഇന്ന് ഇനി ഒരു മീറ്റിംഗും വേണ്ട, എല്ലാം ഞാൻ പോസ്റ്റ്പോൺ ചെയ്തു. പോസ്റ്റ്പോൺ ചെയ്തെന്നോ? എന്തു പറ്റി? അപ്പൊ നീ സംഭവം പറഞ്ഞില്ലേ? എന്ത് സംഭവം? കള്ളൻ ഓരോന്ന് ഒപ്പിച്ചിട്ടൊന്നും അറിയാത്ത പോലെ. എന്താ അച്ഛാ? വേണ്ട, എന്റെ മുമ്പിൽ പൊട്ടം കളിക്കണ്ട. സത്യമായിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എങ്കിലേ എല്ലാം ഞാൻ വന്നിട്ട് മനസ്സിലാക്കി തരാം. ഞാൻ ദേ വന്നു. അപ്പോ അച്ഛൻ ഓഫീസിൽ നിന്ന് നേരത്തെ പോരുവാണോ? പിന്നല്ലാതെ, ഇത്രയും വിശേഷപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ ഓഫീസിൽ ഇരിക്കും? എന്ത് വിശേഷം? അതൊക്കെ ഉണ്ട്. നീ എവിടെ നിൽക്ക്, ഞാനിതാ ഉടനെ വരുവാ. ഇവിടെ എന്താ ഇപ്പൊ ഒരു വിശേഷം? അതും ബിസിനസ് മീറ്റിംഗ് മാറ്റിവെച്ച് അച്ഛൻ ഇവിടേക്ക് വരാൻ മാത്രം. അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന എന്തിനാ? കഴിക്കും മോളെ. ഹോർലിക്സാ കുടിക്കേ. എനിക്ക് വേണ്ടമ്മേ. ദേ, ഈ സമയത്ത് നല്ലതുപോലെ നീ കഴിക്കുകയും കുടിക്കുകയും വേണം. എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ പറ്റില്ല. ദേ, അമ്മയ്ക്ക് ദേഷ്യം വരുവേ. കുടിക്കേ. മതി, വേണ്ട. ദേ, ഒന്നും കഴിക്കാതിരിക്കാൻ അമ്മ നിന്നെ സമ്മതിക്കത്തില്ല. നിനക്ക് എന്താ ഇഷ്ടമുള്ളൂന്ന് വെച്ചാ പറ. അച്ഛൻ വരുമ്പോഴേ കൊണ്ടുവരാൻ പറയാം. എനിക്കങ്ങനെ മനം പുരുട്ടുന്നോണ്ട് ഒന്നും കഴിക്കാൻ തോന്നില്ല. പക്ഷേ എങ്ങനെയെങ്കിലും കഴിച്ചേ പറ്റൂ. എനിക്ക് വിശപ്പില്ല അമ്മേ. ശരി, ഇത് വേണ്ടെങ്കിൽ അമ്മ ആപ്പിൾ ജ്യൂസ് എടുത്തോണ്ട് വരാം. എനിക്കിപ്പോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? അയ്യോ, അങ്ങനെ പറഞ്ഞ പറ്റില്ലല്ലോ. വന്നേ, മോളിവിടെ വന്നിരുന്നു. അല്ല അമ്മേ, വന്നേ ഇരുന്നു. അമ്മേ, നിന്നെ കൊണ്ടേ ഭക്ഷണം കഴിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. ദേ, ഓറഞ്ച് കഴിച്ചേ. എന്താ എന്താ ഇതൊക്കെ? ഇതോ, ഒരാള് ഭക്ഷണം വേണ്ടാന്ന് പറയുമ്പോ മറ്റേ ആള് നിർബന്ധിച്ച് ഊട്ടുന്നു. അതെന്തിനാണെന്നാ ചോദിച്ചത്. അത് നിനക്കല്ലേ അറിയാവുന്നത്. എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞ കേക്കണ്ടേ? ഇങ്ങനെയുള്ള സമയത്ത് നല്ലതുപോലെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ശരീരം ക്ഷീണിക്കും. എനിക്ക് ക്ഷീണമൊന്നും ഇല്ലമ്മേ. നോക്ക് സത്യ, ഇനി നീ മാത്രല്ല, നിന്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. അത് ഓർക്കണം. മോളിരിക്കെ, ഞാൻ ആപ്പിൾ എടുത്തോണ്ട് വരാം. അമ്മയ്ക്കിത് എന്താ പറ്റിയത്? ഇപ്പൊ എന്താ സത്യയോട് ഇത്രയ്ക്ക് സ്നേഹം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സുധി ഓഫീസിൽ പോകുന്നില്ലേ? ഇല്ല.
അപ്പം മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് മാറ്റി വെച്ചൊന്നും പറഞ്ഞ് അച്ഛൻ വിളിച്ചിരുന്നു. ഇനി കുറച്ച് ദിവസത്തേക്ക് മീറ്റിംഗും ഓഫീസും ഒന്നും ഇല്ല. ഇവിടെ എല്ലാവർക്കും എന്താ പറ്റിയത്? എന്താ പറ്റിയെന്നോ? നിനക്കൊന്നും അറിയില്ല? മിണ്ടാപ്പൂച്ചയെ പോലെ നിന്നിട്ട് കലോടച്ചത് കണ്ടില്ലേ? എന്നിട്ടൊന്നും അറിയില്ലെന്ന്. എന്താ സത്യ? വേണ്ട മോളെ, അവൻ അറിയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണ്ട. ഒരു സർപ്രൈസ് ആയിട്ട് നിൽക്കട്ടെ. സർപ്രൈസോ? അതെ, അച്ഛൻ ഇപ്പൊ വരും. അതുവരെ ആ സർപ്രൈസ് ആയിട്ട് തന്നെ നിൽക്കട്ടെ. മോള് വാ, നമുക്ക് സിറ്റ് ഔട്ടിൽ പോയിരുന്ന് കഴിക്കാം. വാ 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 മോളെ, വാ. ഇവിടെ വന്ന് നിൽക്കാണോ? അമ്മ ഇങ്ങനെ സദാസമയവും പപ്പനെ കുറിച്ച് ചിന്തിച്ചിരുന്നിട്ട് എന്താ കാര്യം? പപ്പൻ അമ്മയെക്കുറിച്ച് ആലോചിക്കുന്ന പോലും ഉണ്ടാവില്ല. അവൻ എന്നെ വേണ്ടെങ്കിലും എനിക്ക് അവനെ വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ലല്ലോ മോളെ. കാണുമ്പോ കീരിയും പാമ്പും പോലെ രണ്ടുപേരും. ഉള്ളിലുള്ള സ്നേഹം ഒന്ന് മകനെ കാണുമ്പോ പ്രകടിപ്പിച്ചാൽ എന്താ അമ്മയ്ക്ക്? പപ്പനോട് എനിക്ക് സ്നേഹമില്ലെന്ന് അവൻ മാത്രമേ പറയൂ. അതുകൊണ്ടാ പറഞ്ഞത്, ഇനി അവൻ വരുമ്പോ പിശുക്ക് കാണിക്കാതെ ഈ സ്നേഹം അങ്ങ് പ്രകടിപ്പിച്ചേക്കണം. അവനോടോ? ഞാനോ? നല്ല കഥയായിപ്പോയി. സ്നേഹം കാണിച്ച അവൻ എന്റെ തലയും കുത്തി പറക്കും മോളെ. എനിക്ക് അവനോടെ സ്നേഹമുള്ളൂ. തിരിച്ച് അതിന്റെ കാലിലൊരംശം പോലും അവന്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. അതൊന്നും സാരമാക്കണ്ട. സ്വന്തം മോനല്ലേ അമ്മേ? സ്വന്തം മോനാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ണി ചോരയില്ലാത്തവനവൻ. അതെനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാ ഉള്ളിലെ സ്നേഹം പോലും അവനോട് കാണിക്കാതെ ഞാൻ കൊണ്ടു നടക്കുന്നത്. രണ്ടാളും പറ്റും. ഫോൺ അടിക്കുന്നുണ്ടല്ലോ, ഞാൻ നോക്കിയിട്ട് വരാം. ഹലോ, ഞാനാ സുധിയുടെ അമ്മ. മനസ്സിലായി എനിക്ക്. എന്തൊക്കെയാ വിശേഷം? ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, അതറിയിക്കാനാ വിളിച്ചത്. എന്താ ചേച്ചി? എത്രയും വേഗം തൊട്ടില് പണിയാൻ ഒരാളെ ഏൽപ്പിച്ചോളൂ. എന്നുവെച്ചാ? വിമലയോട് ഒരമ്മൂമ്മയാവാൻ തയ്യാറായിക്കോളാൻ. നേരാണോ ഈ പറയുന്നേ? പിന്നല്ലാതെ ഇതാരെങ്കിലും കളവ് പറയോ? ഈശ്വര, ഇവിടെ എല്ലാരും വലിയ സന്തോഷത്തില. ഞങ്ങൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. എനിക്കെന്റെ മോളെ ഒന്ന് കാണണം. എങ്കി വേഗം വാ. ശരി ചേച്ചി. ഓക്കെ. ഈശ്വര, അമ്മേ. അമ്മേ, ദേ ഈ വിഷമവും സങ്കടമൊക്കെ ഒന്ന് മാറ്റിവെച്ച് പെട്ടെന്നൊന്ന് റെഡി ആയിക്കേ. നമുക്കൊരിടം വരെ പോണം. എവിടേക്ക്? ആരാ പിടിച്ചത്? അത് സുധിയുടെ അമ്മയാ. നമ്മുടെ സത്യക്ക് വിശേഷം ഉണ്ടെന്ന്. ഭഗവാനെ, നമുക്ക് ഇപ്പൊ തന്നെ പോയി സത്യയെ കാണാം. ഇവളാള് കൊള്ളാലോ. കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. മുഖത്തൊക്കെ ഒരു വാട്ടവും ക്ഷീണവും. നീ വേഗം റെഡിയാവാൻ നോക്ക്. ആ ബിജുവിന്റെ ഓട്ടോ വരാൻ വിളിച്ചു പറയാം. വേഗം. അമ്മേ, എന്തെങ്കിലും വാങ്ങിക്കണ്ടേ നമുക്ക്? അതിനൊക്കെയുള്ള കാശ് എന്റെ കയ്യിലുണ്ട്. ആ ബിജു, വിമലയാ. നീ പെട്ടെന്ന് വീട് വരെ ഒന്ന് വേഗം വരണം. സത്യ ഒന്ന് കാണാൻ പോകാനാ. ആ ശരി. സുധി എവിടെ ഉണ്ടോ മോളെ? അവനുണ്ടാകും. രണ്ടുപേർക്ക് നല്ല സന്തോഷമായി കാണും.
അമ്മയൊന്ന് വേഗം വന്നേ, നമുക്ക് പെട്ടെന്ന് പോകാം. എവിടം വരെ എത്തി ഗെയിം? 2 പ്രാവശ്യം ഞാൻ വിൻ ചെയ്തു. ഇപ്പതേ 2000 പോയിന്റ് ഉണ്ട്. വെരി ഗുഡ്. ജോലിയില്ലാത്ത ഭർത്താവിന് അച്ഛൻ വീട്ടിലിരുന്ന് കളിക്കാൻ പറ്റിയ കളി. നാണമില്ലല്ലോ നിങ്ങൾക്ക്. ഞാൻ എന്തിനു നാണിക്കണം? കളിച്ചിട്ടുള്ള എല്ലാ ഗെയിമിലും ഞാൻ തന്നെ ജയിച്ചിട്ടുണ്ട്. ഗൂഗിൾ ഗെയിമിൽ വിൻ ചെയ്താലും ജീവിതത്തിൽ നിങ്ങൾ തോറ്റുപോയല്ലോ മനുഷ്യ. മനുഷ്യാന്നോ? അതെന്താടി നീ അങ്ങനെ വിളിച്ചത്? അയ്യോ സോറി, മനുഷ്യന്മാരെയല്ലേ അങ്ങനെ വിളിക്കാൻ പറ്റൂ. എന്താ പ്രശ്നം? നീ എന്തിനാ ഇങ്ങനെ വറീഡാവുന്നത്? പ്രശ്നമൊന്നുമില്ല. ഒന്ന് താഴേക്ക് ചെന്ന് നോക്ക് അവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന്. എന്താടി അവിടെ എന്താ പ്രശ്നം? ഇത്രയും ദിവസം നമ്മളോടൊപ്പം നിന്ന അമ്മ സത്യയെ ഊട്ടുന്നു, ഹോർലിക്സ് കഴിപ്പിക്കുന്നു, ആപ്പിൾ ചെത്തി കൊടുക്കുന്നു. മോളേന്ന് വിളിച്ച് മടിയിലിരുത്തി താരാട്ട് പാടിക്കാനും അധികം താമസമൊന്നും ഉണ്ടാവില്ല. എന്താ സത്യം എന്തെങ്കിലും പുതിയ കളവ് പറഞ്ഞിട്ടുണ്ടാവും? കളവാണോ നേരാണോ എന്നൊക്കെ ആർക്കറിയാം. എന്തായാലും ഇനി നമ്മുടെ ഒരു പ്ലാനും ഈ വീട്ടിൽ നടക്കില്ല. അമ്മ സത്യം അത്രയും സ്നേഹിക്കുന്നുണ്ട്. അച്ഛൻ ഉടനെ എത്തും. എടി, അച്ഛൻ ഓഫീസിൽ പോയതല്ലേ? ഓഫീസിലൊന്നും ഇനി കുറച്ചു ദിവസത്തേക്ക് പോകുന്നില്ല അത്ര. ഇന്നെന്തോ അർജന്റ് മീറ്റിംഗ് വരെ മാറ്റി വെച്ചു എന്നാ പറയുന്നത്. എന്താ ഇതിന് മാത്രം പ്രശ്നം? പ്രശ്നമല്ല, ആഘോഷമാണ്. അതിനുള്ള മധുര പലഹാരങ്ങളുമായിട്ട് അച്ഛൻ ഇപ്പൊ എത്തും. മധുര പലഹാരങ്ങളോ? എന്താ അങ്ങനെയൊന്നും ഇതുവരെ കേട്ടിട്ടില്ലേ? എടി, നീ എന്തിനാ എന്നോട് ചൂടാവുന്നേ? സത്യം ഇപ്പൊ അനുഭവിക്കുന്നതിനേക്കാളും വലിയ സന്തോഷം അനുഭവിക്കേണ്ടവളായിരുന്നു സുജിത. മൊബൈലില് ഗെയിമും കളിച്ചോണ്ടിരിക്കുന്ന ഒരാളോട് അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എടി, നീ എന്താ കാര്യം വെച്ചാ പറ. ബൈജുട്ട സത്യം പ്രഗ്നന്റ് ആണ്. എന്താ പ്രഗ്നന്റോ? എടി, അതെങ്ങനെ സംഭവിക്കും? അതെന്നോടാണോ ചോദിക്കുന്നത്? എന്തായാലും നമ്മൾ ഇനി എത്രയും വേഗം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാവും നല്ലത്. എന്നാലും എടി, അതിലെന്തോ കളിയുണ്ട്. ആ കാര്യം ഉറപ്പാ. എന്തായാലും ഇപ്പൊ അവള് ജയിച്ചു നിൽക്കുക. ആ ജയം നമ്മുടെ പരാജയമാ.